എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നലെ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത സിനിമകളുടെ അടക്കം വിവിധ സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരോട് പറയുന്നത്. ആദ്യത്തെ സിനിമ ഇന്നലെ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത ഏറ്റവും പുതിയ മലയാള സിനിമയാണല്ലോ ടോവിനോ തോമസ് നായകനെത്തിയ നരിവേട്ട. അനുരാജ് മനോഹറിന്റെ സംവിധാനത്തിൽ ടോവിനോ തോമസിനെ നായകനാക്കി ഒരു യഥാർത്ഥ കഥയെ ആസ്പദമാക്കി ഇന്നലെ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത മലയാളത്തിലെ ഏറ്റവും പുതിയ സിനിമയാണല്ലോ നരിവേട്ട. ഇന്നലെ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത സിനിമകളിൽ വെച്ച് ഏറ്റവും മികച്ച അഭിപ്രായങ്ങൾ നേടിയ നരിവേട്ട സിനിമയുടെ ആദ്യ ദിന കേരള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ കേരള ബോക്സ് ഓഫീസിൽ നരിവേട്ട സിനിമ ആദ്യ ദിനം 1,50,00,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ചിത്രത്തിന്റെ ആദ്യ ദിന വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 3 കോടിയിലേക്കും എത്തിയിരിക്കുകയാണ്. അടുത്ത സിനിമ ഇന്നലെ തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ മറ്റൊരു മലയാള സിനിമയാണല്ലോ ധ്യാൻ ശ്രീനിവാസൻ നായകനെത്തിയ ഡിക്റ്റേറ്റീവ് ഉജ്ജ്വലൻ. ഒരു നീണ്ട നാളത്തെ ഇടവേളകൾക്ക് ശേഷം ധ്യാൻ ശ്രീനിവാസന്റെ ഒരു സിനിമ തിയേറ്ററിൽ നിന്നും പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ നേടിയെന്നൊരു പ്രത്യേകതയുള്ള സിനിമ കൂടിയാണ് ഡിക്റ്റേറ്റീവ് ഉജ്ജ്വലൻ. ഉജ്ജ്വലിന്റെ ആദ്യ ദിന കേരള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും ആദ്യ ദിനം 50,00,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ചിത്രത്തിന്റെ ആദ്യ ദിന വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 1 കോടിയിലേക്കും എത്തിയിരിക്കുകയാണ്. അടുത്ത സിനിമ ജനപ്രിയ നായകൻ ദിലീപിനെ നായകനാക്കി ബിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്ത് ലിസ്റ്റൻ സ്റ്റീഫന്റെ നിർമ്മാണത്തിൽ തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തി മെയ് മാസം 9 തീയതി തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തി മികച്ച അഭിപ്രായങ്ങൾ നേടിയ സിനിമ കൂടിയാണല്ലോ പ്രിൻസ് ആൻഡ് ഫാമിലി. നിലവിൽ 15 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന സിനിമയുടെ 15ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 40,00,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടെ ആദ്യ 15 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 12,90,00,000 എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം 19,50,00,000 റേഞ്ചിലാണ് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനും പ്രതീക്ഷിക്കുന്നത്. അതേസമയം പ്രിൻസ് ആൻഡ് ഫാമിലിയോടൊപ്പം തന്നെ തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തി മികച്ച അഭിപ്രായങ്ങൾ നേടിയ മറ്റൊരു മലയാള സിനിമ കൂടിയാണല്ലോ പടക്കളം. പടക്കളം എന്ന സിനിമ നിലവിൽ 16 ദിവസങ്ങൾ ബോക്സ് ഓഫീസിൽ പിന്നിട്ടിരിക്കുകയാണ്. 16ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 30,00,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അതേസമയം പടക്കളം എന്ന സിനിമയുടെ 16 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ചിത്രം 16 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 14,50,00,000 എത്തിയിരിക്കുകയാണ്. അടുത്ത സിനിമ കഴിഞ്ഞ മാസം ഏപ്രിൽ മാസം 25-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ ലാലേട്ടന്റെ ഏറ്റവും പുതിയ മലയാളത്തിലെ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ സിനിമ കൂടിയാണല്ലോ തുടരും. തരുൺ മൂർത്തിയുടെ സംവിധാനത്തിൽ ലാലേട്ടനെ നായകനാക്കി തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തി ഹെവി പോസ്റ്റ് അഭിപ്രായങ്ങൾ നേടി കേരള ബോക്സ് ഓഫീസിൽ 100 കോടിയും കടന്ന് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 250 കോടിയിൽ കടത്തുകൊണ്ടിരിക്കുന്ന തുടരും എന്ന സിനിമയുടെ നിലവിൽ 29 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന സിനിമയുടെ 29 ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 60,00,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടെ ചിത്രം ആദ്യ 29 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 115 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 29 ദിവസം കൊണ്ട് 227 കോടിയിലേക്കും എത്തിയിരിക്കുകയാണ്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ വരാൻ പോകുന്ന ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കേണ്ടതാണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.